ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. സ്ഥിരതയുള്ള സമുദ്രക്രമം ഉറപ്പാക്കുന്നതിന് രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യം, വിശ്വാസം, കൂട്ടായ ഉത്തരവാദിത്തം എന്നിവയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ നിരവധി ലോക നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള ആരോഗ്യ മേഖലയിൽ നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ഇൻഡോ ഫ്രഞ്ച് ക്യാമ്പസിന് ന്യൂഡൽഹിയിലെ എയിംസിൽ തുടക്കമായി. ഫ്രഞ്ച് പ്രസിഡന്റും കേന്ദ്ര ആരോഗ്യമന്ത്രിയും സംയുക്തമായി ഉദ്ഘാടനം നിർവഹിച്ചു. വികസിത രാഷ്ട്രത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിൽ നിർമ്മിത ബുദ്ധിക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരള നേറ്റിവിറ്റി കാർഡ് ബില്ലിന് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. ICC പുരുഷ T20 ലോകകപ്പിൽ ഇന്ത്യ നെതർലാൻഡ്സ് മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. സ്ഥിരതയുള്ള സമുദ്രക്രമം ഉറപ്പാക്കുന്നതിന് രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യം, വിശ്വാസം, കൂട്ടായ ഉത്തരവാദിത്തം എന്നിവയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് അന്താരാഷ്ട്ര ഫ്ലീറ്റ് റിവ്യൂവിൽ നാവികസേനയുടെ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. വസുധൈവ കുടുംബകം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യയുടെ സമുദ്രമേഖലയിലെ ഇടപെടലുകൾ. സുരക്ഷ, സമൃദ്ധി തുടങ്ങിയവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മഹാസാഗർ ദർശനത്തെക്കുറിച്ച് രാഷ്ട്രപതി പരാമർശിക്കുകയും ചെയ്തു. International Fleet Review reflects unity, trust, and respect among nations for maritime traditions. Ships with different flags and sailors from different countries exhibit the spirit of togetherness. The spirit of togetherness is well captured in the theme of this review, United Through Oceans. 50-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള നാവികസേനാ അംഗങ്ങൾ പങ്കെടുക്കുന്ന ഫ്ലീറ്റ് റിവ്യൂവിൽ 70-ലേറെ യുദ്ധക്കപ്പലുകൾ, അന്തർവാഹിനികൾ, വിമാനങ്ങൾ എന്നിവ അണിനിരക്കുന്നുണ്ട്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരവധി ലോക നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തി. വിശദാംശങ്ങളിലേക്ക്. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ ഭാഗമായി സ്പെയിൻ പ്രസിഡന്റ് പെദ്രോ സാഞ്ചസുമായാണ് ഇന്ന് ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയത്. 2026 ഇന്ത്യ സ്പെയിൻ സാംസ്കാരിക വിനോദസഞ്ചാര AI വർഷമായി ഇരു നേതാക്കളും പ്രഖ്യാപിച്ചു. ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച. തുടർന്ന് ഫിൻലൻഡ് പ്രധാനമന്ത്രി ആന്റി പെറ്റേരി ഓർപ്പോ, സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വൂച്ചിച്ച്, ക്രൊയേഷ്യൻ പ്രധാനമന്ത്രി ആന്ദ്രേ പ്ലങ്കോവിച്ച് എന്നിവരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ചകൾ നടത്തി. വിവിധ രാജ്യങ്ങളുമായി പ്രതിരോധം, സുരക്ഷ, കൃഷി, വിദ്യാഭ്യാസം, AI തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ കൂടിക്കാഴ്ചയിൽ തീരുമാനമായി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ രാജ്യങ്ങൾക്ക് ഗുണകരമാകുമെന്നും നേതാക്കൾ വിലയിരുത്തി. ഗൂഗിൾ CEO സുന്ദർ പിച്ചയുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിലെ മികച്ച വിദ്യാർത്ഥികളെയും പ്രൊഫഷണലുകളെയും ആഗോള AI പദ്ധതികളിൽ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യ AI ഇംപാക്ട് എക്സ്പോ ഈ മാസം 21 വരെ നീട്ടി. എക്സിബിറ്റർമാർ, ഇന്നോവേറ്റർമാർ, സന്ദർശകർ എന്നിവരിൽ നിന്നുള്ള അനുകൂല പ്രതികരണം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 20, 21 തീയതികളിൽ രാത്രി 8 മണിവരെ എക്സ്പോ തുറന്നിരിക്കും. നാളെ എക്സ്പോയിലേക്ക് ക്ഷണിതാക്കൾക്ക് മാത്രമായിരിക്കും പ്രവേശനം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോണും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയും ഇന്ന് ന്യൂഡൽഹിയിലെ എയിംസിൽ ഇൻഡോ ഫ്രഞ്ച് ക്യാമ്പസ് ഓൺ AI ഇൻ ഗ്ലോബൽ ഹെൽത്ത് ഉദ്ഘാടനം ചെയ്തു. ആഗോള ആരോഗ്യ മേഖലയിൽ നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യ ഫ്രാൻസ് സഹകരണം ഇത് ശക്തിപ്പെടുത്തും. ആരോഗ്യ സംരക്ഷണ രംഗത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത പരിഹാരങ്ങൾ, ഗവേഷണം, നൈപുണ്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം അന്താരാഷ്ട്ര പങ്കാളിത്തവും അക്കാദമിക് മികവും വളർത്തിയെടുക്കുകയുമാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം. ഫ്രാൻസ് അധ്യക്ഷത വഹിക്കുന്ന 52ാമത് G7 ഉച്ചകോടിയിലേക്ക് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചു. ഉച്ചകോടിക്ക് മുന്നോടിയായി അന്താരാഷ്ട്ര അജണ്ടയിൽ ധാരണയിലെത്താൻ ഇന്ത്യയും ഫ്രാൻസും യോഗം ചേരും. US, UK, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, കാനഡ, യൂറോപ്യൻ യൂണിയൻ എന്നിവയാണ് G7 അംഗരാജ്യങ്ങൾ. കഴിഞ്ഞ വർഷം നടന്ന G7 ഉച്ചകോടിയിലും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ ക്ഷണപ്രകാരം ശ്രീ മോദി പങ്കെടുത്തിരുന്നു. വികസിത രാഷ്ട്രത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിൽ നിർമ്മിത ബുദ്ധിക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ന്യൂഡൽഹിയിൽ ഇന്ത്യ ഇംപാക്ട് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് വിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. നിർമ്മാണ സാങ്കേതിക വിദ്യയ്ക്കാണ് ഇന്ത്യയുടെ നിർമ്മിത ബുദ്ധി മുൻഗണന നൽകുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. AI ഫോർ മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ് ടെക്നോളജി എന്ന വിഷയത്തിൽ ധവളപത്രവും ശ്രീ അശ്വിനി വൈഷ്ണവ് പുറത്തിറക്കി.
10 സംസ്ഥാനങ്ങളിലെ 37 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ മാസം 26-ന് വിജ്ഞാപനം പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക മാർച്ച് 5 വരെ സമർപ്പിക്കാം. മാർച്ച് 16-നാണ് വോട്ടെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരള നേറ്റിവിറ്റി കാർഡ് ബില്ലിന് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. വിവിധ സർക്കാർ സേവനങ്ങൾക്കും മറ്റ് സാമൂഹിക ആവശ്യങ്ങൾക്കും ഉപയോഗപ്രദമാകും വിധമുള്ള ആധികാരിക രേഖയായിരിക്കും നേറ്റിവിറ്റി കാർഡ് എന്ന് ബില്ലിൽ വ്യക്തമാക്കുന്നു. വിദേശ പൌരത്വം സ്വീകരിച്ചവർക്ക് നേറ്റിവിറ്റി കാർഡിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല. കാർഡ് ആവശ്യമുള്ളവർ തഹസീൽദാർ മുമ്പാകെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം. കട്ടളപ്പാളി ദ്വാരപാലക ശില്പ കേസുകളിലെ ഹർജികളിലാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല, കേരളത്തിന് പുറത്തുപോകാൻ പാടില്ല എന്നീ ഉപാധികളോടെയാണ് ജാമ്യം. മാധ്യമങ്ങളോട് ആശയവിനിമയം നടത്തരുതെന്നും കോടതി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്യത്തിന്റെ സ്വയം പര്യാപ്തമായ ശുദ്ധ ഊർജ്ജ ഭാവിയുടെ ശക്തമായ സ്തംഭമായി കടൽത്തീര കാറ്റാടി പദ്ധതികൾ മാറുമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ന്യൂഡൽഹിയിൽ ഇന്ത്യ UK ഓഫ്ഷോർ വിൻഡ് ടാസ്ക് ഫോഴ്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഊർജ്ജ പരിവർത്തനത്തിൽ വിശ്വാസ്യത, വ്യാവസായിക വളർച്ച, ഊർജ്ജ സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്നതിൽ ഈ കർമ്മസേനയ്ക്ക് നിർണായക പങ്കുണ്ടെന്നും ശ്രീ പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. Last year, India achieved 50% of its cumulative installed power capacity from non-fossil sources, 5 years ahead of our nationally determined contribution commitment. Almost 3 million households have been benefited from the rooftop solar. Transmission planning for an initial 10 gigawatt offshore evacuation capacity, 5 gigawatt of each of the Gujarat and Tamil Nadu has been completed. കേരളത്തിൽ റംസാൻ വ്രതാരംഭം നാളെ. മാസപ്പിറവി ഇന്നലെ ദൃശ്യമാകാത്തതിനാൽ റംസാൻ 1 വ്യാഴാഴ്ച ആയിരിക്കുമെന്ന് വിവിധ ഖാസിമാർ അറിയിക്കുകയായിരുന്നു. ഒമാൻ ഒഴികെ ഗൾഫ് നാടുകളിൽ ഇന്നാണ് വ്രതാരംഭം. ഈസ്റ്ററിനോടനുബന്ധിച്ചുള്ള വലിയ നോമ്പിന് തുടക്കം കുറിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് വിഭൂതി ബുധൻ ആചരിച്ചു. ഏപ്രിൽ 5-നാണ് ഈസ്റ്റർ. ICC പുരുഷ T20 ലോകകപ്പിൽ ഇന്ത്യ നെതർലാൻഡ്സ് മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ന് കൊളംബോയിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ നമീബിയയെ 102 റൺസിന് പരാജയപ്പെടുത്തി പാകിസ്ഥാൻ സൂപ്പർ 8-ൽ കടന്നു. ഇന്ന് രാവിലെ നടന്ന ഗ്രൂപ്പ് D മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക UAEയെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇതോടെ ദക്ഷിണാഫ്രിക്കയും സൂപ്പർ 8-ൽ പ്രവേശിച്ചു. ഞായറാഴ്ച അഹമ്മദാബാദിൽ നടക്കുന്ന സൂപ്പർ 8 മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 22-ന്. പരിപാടിയുടെ 131-ാം പതിപ്പാണിത്. ദൂരദർശന്റെയും ആകാശവാണിയുടെയും എല്ലാ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും മൈ ജിഒവി, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം 20 വരെ അറിയിക്കാം. ലക്ഷദ്വീപിലെ ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുന്നതിനുമായി ഈ മാസം 25 മുതൽ വാഹന നിയന്ത്രണം ഏർപ്പെടുത്തി ലക്ഷദ്വീപ് ഭരണകൂടം. ഇതിന്റെ ഭാഗമായി എല്ലാ ബുധനാഴ്ചയും ദ്വീപുകളിൽ നോ വെഹിക്കിൾ ഡേ ആയി ആചരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ഥിരതയുള്ള സമുദ്രക്രമം ഉറപ്പാക്കുന്നതിന് രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യം, വിശ്വാസം, കൂട്ടായ ഉത്തരവാദിത്തം എന്നിവയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ നിരവധി ലോക നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള ആരോഗ്യ മേഖലയിൽ നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ഇൻഡോ ഫ്രഞ്ച് ക്യാമ്പസിന് ന്യൂഡൽഹിയിലെ എയിംസിൽ തുടക്കമായി. ഫ്രഞ്ച് പ്രസിഡന്റും കേന്ദ്ര ആരോഗ്യമന്ത്രിയും സംയുക്തമായി ഉദ്ഘാടനം നിർവഹിച്ചു. വികസിത രാഷ്ട്രത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിൽ നിർമ്മിത ബുദ്ധിക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരള നേറ്റിവിറ്റി കാർഡ് ബില്ലിന് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. ICC പുരുഷ T20 ലോകകപ്പിൽ ഇന്ത്യ നെതർലാൻഡ്സ് മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.